അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വൈമധ്യ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആരെയോ പിടിച്ച് ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, അല്ലയോ ഉബയ്യെ, ഇതാരാണ്? എന്താണ്? എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ആരെയാണ് പിടിച്ചു വെച്ചത്? ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുത്തുനബി അവിടെ നിന്ന് അറിഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതാ ഗരീമുക്ക, ഇദ്ദേഹം എൻ്റെ കടക്കാരനാണ് നബിയെ. ഇദ്ദേഹം എന്നിന്ന് കടം വാങ്ങിയിട്ട് ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് ഇദ്ദേഹം കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഞാൻ വെറുതെ വിടില്ല നബിയെ. എന്നെ ഇദ്ദേഹം ചതിച്ചതാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇന്ന് ആ പണം വാങ്ങിയിട്ടേ ഇദ്ദേഹത്തിൽ നിന്ന് വിടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി അവിടെ നിന്നും സംസാരിച്ചില്ല. അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി ഏതായാലും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചു നിർത്തുന്നതിലും ന്യായമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കടക്കാരനാണല്ലോ, അദ്ദേഹം കടം വിടേണ്ടതായിരുന്നല്ലോ. അപ്പൊ അതൊന്നും മുത്തുനബി ഒന്നും അവിടെ നിന്ന് കൈകാര്യം ഒന്നും ചെയ്യാതെ മുത്തുനബി അവിടെ നിന്ന് തൻ്റെ ആ നടത്തം അവിടെ നിന്ന് പൂർത്തിയാക്കുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കുറേ സമയങ്ങളൊക്കെ കഴിഞ്ഞ് മുത്തുനബി അതേ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ നേരത്തുണ്ടായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആ കടക്കാരൻ അവിടെ നിന്ന് കാണുന്നില്ല. ഏതായാലും നേരത്തെ അങ്ങനെ സംഭവം നടന്നതാണല്ലോ. അപ്പൊ മുത്തുനബി വീണ്ടും അവിടെ നിന്ന് ചോദിച്ചു, യാ ഉബയ്യെ, നീ എന്താണ് ചെയ്തു? ആ കടക്കാരന്റെ കാര്യം എന്തായി? അവിടെ നിന്ന് എന്തു ചെയ്തേ ഉബയ്യെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നബി, ഞാൻ എന്ത് ചെയ്യാനാണ്? അവിടെ നിന്നല്ലേ നമ്മളോട് പഠിപ്പിച്ചത്, എല്ലാവർക്കും നല്ലത് ചെയ്യണം, എല്ലാവർക്കും മാഫു നൽകണം, എല്ലാവർക്കും അഫു നൽകണമെന്നല്ലേ മുത്തുനബി കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടുത്തെ സ്വഭാവത്തിൽ നിന്ന് പഠിച്ച നമുക്കൊന്നെങ്കിലും കൂടുതൽ ആക്രമിക്കാനോ അടിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ നബിയെ. ഞാൻ കുറെ അദ്ദേഹത്തിന് വിചാരണയൊക്കെ ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നൽകാനൊന്നുമില്ല നബിയെ. അതോടുകൂടെ ഞാൻ അദ്ദേഹത്തിനെ വിട്ടു നബിയെ, അദ്ദേഹത്തിനൊക്കെ മാഫു ചെയ്തു കൊടുത്തു നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫതവസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അവിടുന്ന് പുഞ്ചിരിച്ചു. മുത്തുനബി പുഞ്ചിരിച്ച് അവിടുന്ന് പറയാണ്, ഹാദാ ഉമിർന യാ ഉബയ്യ്, ഹാദാ ഉമിർന യാ ഉബയ്യ്. ഒരു 3 പ്രാവശ്യം അവിടെ മുത്തുനബി വല്ലാത്ത സന്തോഷത്തോടു കൂടെ അവിടെ നിന്ന് പറയാണ്, ഉബയ്യെ, ഇതാണ് നമ്മളോട് കൽപ്പിച്ചത്, ഇതാണ് അല്ലാഹുവിനെ ഏറെ ഇഷ്ടം, ഇതാണ് അല്ലാഹു എനിക്കും ഇഷ്ടം ഉബയ്യെ എന്ന് അവിടുന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ആ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് അവിടെ നിന്ന് മദ്ഹ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, നേരത്തെ മുത്തുനബി അവിടെ നിന്ന് ഇടപെടാത്തത് ഏതായാലും അവിടെ നിന്ന് അവകാശമുണ്ടല്ലോ. പക്ഷെ എന്നാലും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനൊക്കെ മാഫ് ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. ഇത് നാം പഠിക്കേണ്ട വലിയൊരു പാഠമെന്തെന്ന് പറഞ്ഞാൽ, അതേ, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതായത് ഒരാൾ നമ്മളിന്ന് കടം വാങ്ങിയാൽ അയാളിന്ന് കടം ചോദിക്കാൻ പാടില്ല എന്നല്ല, തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നല്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിലേക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കതിനെ പൊരുത്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയല്ലേ നാം ചെയ്യേണ്ടത്. അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. അതിൻ്റെതായ രീതിയിൽ എല്ലാ കൈകാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി പൊരുത്തപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്നുള്ള വലിയൊരു സന്ദേശമാണ് മുത്തുനബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ സംഭവവുമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് സ്വഹാബാക്കളുടെ സ്വഭാവം. അതെ, അവർക്കൊന്നും കൂടുതൽ ചെയ്യാൻ, ആരെ വേദനിപ്പിക്കാനോ ആരെ ചീത്ത പറയാനോ ആരിൽ നിന്ന് പിടിച്ചെടുക്കാനോ അവരെ കൊണ്ട് സാധിക്കില്ല. അത് മുത്തുനബിന്ന് ആ നല്ല ഹുസ്നുൽ ഖുൽഖ് എന്ന് പഠിച്ച സ്വഭാവങ്ങളാണല്ലോ സ്വഹാബാക്കളെ കയ്യിലുള്ളത്. അവരൊന്നിങ്ങനെ, അതാണ് ഉബയ്യ് ഇബ്നു കഅബ് ഒന്നയാളെ പിടിച്ചു എന്നേ ഉള്ളൂ, ഒന്ന് വിചാരണ ചെയ്തേ എന്നുള്ളൂ, അയാളൊന്ന് നൽകാൻ കയ്യിൽ നിന്ന് പറയുമ്പോൾ ആ സമയത്ത് നിന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിനെ വിട്ടുകളഞ്ഞു. ഇതാണ് വല്ലാത്ത സ്വഭാവം, ഇതാണ് ഹുസ്നുൽ ഖുൽഖ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബാക്കളുടെ സ്വഭാവത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.